നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളെ പൂട്ടിക്കുക എന്നത് CPMൻ്റെ ഒരു പ്രഖ്യാപിത തന്ത്രം തന്നെയാണ്. എത്രയോ കമ്പനികൾ പൂട്ടിച്ച ചരിത്രമാണ് ഉള്ളത്. സമരം ചെയ്ത് യൂണിയൻ്റെ പേര് പറഞ്ഞ് തൊഴിലാളി പ്രശ്നങ്ങൾ പറഞ്ഞ് എത്രയോ കമ്പനികൾ പൂട്ടിച്ചു. കിറ്റെക്സ് സാബുവിനെ നെട്ടോട്ടം ഓടിച്ചു. ഇവിടുന്ന് കുറ്റിയും പറിച്ച് തെലങ്കാനയിൽ പോയി വലിയ ഒരു സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. ഇപ്പോഴും അദ്ദേഹത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കിറ്റെക്സിൽ അനാവശ്യമായ പരിശോധനകളും അതും ഇതും നടത്തി. പി രാജീവ് തന്നെ നേരിട്ട് ഇറങ്ങി, മന്ത്രി തന്നെ നേരിട്ട് ഇറങ്ങി പരിശോധനകൾ നടത്തിയെന്നാണ് കേൾക്കുന്നത്. അതുപോലെ V-Guard ഇൻഡസ്ട്രീസ്, കേരളത്തിൽ അവർക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമാണ് അദ്ദേഹം അതിൻ്റെ അധിപൻ സഞ്ചരിച്ചത്. കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി. ഉത്തരാഖണ്ഡിൽ മറ്റൊരു സംസ്ഥാനത്തും ഇവർക്ക് ഒരു യൂണിറ്റ് ഉണ്ട്. അത് എങ്ങനെ പൂട്ടിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ CITU ആലോചിക്കുന്നത്. CITU ദേശീയ അധ്യക്ഷൻ എളമരം കരീമിക്കയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് വരുന്നത്. എവിടെയായാലും ഈ ഇടതുപക്ഷക്കാർ, CPMന് ഉത്തരാഖണ്ഡിൽ വലിയ ഒരു പിടിയൊന്നുമില്ല, എന്നാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ എങ്ങനെങ്കിലും കുറേ ആൾക്കാരെ സംഘടിപ്പിച്ച് അത് ചെയ്യണം എന്നുള്ളതാണ്. ഉത്തർപ്രദേശിലെ നോയിഡയിൽ കാണിച്ച കാട്ടായങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇവിടുന്ന് ആൾ പോയി അവിടെ കാവലിരുന്നു. റഹീം അടക്കം പോയിരുന്നു. അവിടെയും ഇത്തരത്തിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ഉത്തരാഖണ്ഡിലും ഇതൊന്നും നടക്കില്ല, പക്ഷേ അത് പൂട്ടിക്കും എന്ന് പറഞ്ഞാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അനേകായിരം സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ച ചരിത്രമുള്ള CITUവും ഇടതുപക്ഷവും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPMും വീണ്ടും ഈ തൊഴിലാളി വിരുദ്ധ വ്യവസായ വിരുദ്ധ നയങ്ങൾ തുടരുകയാണ് എന്നാണ്. കേരളത്തിലുള്ളതെല്ലാം ഒരു പരുവത്തിൽ പൂട്ടിച്ചു. 10,000-കണക്കിന് ആൾക്കാർ വേലയും കൂലിയും ഇല്ലാതെ നാട് വിട്ടു പോകുമ്പോൾ അന്യനാട്ടിൽ പോയി വ്യവസായം ചെയ്യാമെന്ന് വെച്ചാലും ഇവർ സമ്മതിക്കില്ല. ഈ CITUക്കാർ, CPMക്കാർ സമ്മതിക്കില്ല. ലുലു മുതലാളി, ഇത് ഒരാളൊരു കുറിപ്പെഴുതി തന്നാണ് കേട്ടോ. ലുലു മുതലാളി ലുലു മാളിൽ ജോലി ചെയ്യുന്നവർക്ക് എന്താണ് ശമ്പളം കൊടുക്കുന്നത് എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? മാനേജർക്കും സൂപ്പർവൈസർക്കും പോലും 18,000-ഉം അതിന് താഴെയുമാണ് ശമ്പളം കിട്ടുക. അപ്പം ഈ ലുലു മാൾ പോലുള്ള സംവിധാനങ്ങൾക്കെതിരെ എന്താണ് ഇവർ തിരിയാത്തത് എന്ന ചോദ്യം അവിടെ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകമായി ചില കേന്ദ്രങ്ങളെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരുതരം അടച്ചുപൂട്ടിക്കൽ നയമാണ് CPMും എളമരം കരീമും CITUവും പിന്തുടരുന്നത് എന്ന് പരാതിയുണ്ട്. ഇത്തരം ആളുകളുടെ കാര്യത്തിൽ എളമരം കരീമിനൊന്നും ഒരു പരാതിയുമില്ല, മറിച്ച് പെരുത്ത സന്തോഷവുമാണ്. മറ്റുള്ളവരെ ജീവിക്കാൻ വിടാതെ അധ്വാനിക്കുന്നവൻ്റെ വയറ്റത്തടിച്ച് ഒരു സംസ്ഥാനം തന്നെ ഗതിയില്ലാതെയാക്കിയ ആളുകൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും കടന്നു കയറുന്നു. കമ്മ്യൂണിസമാണ് കേരളത്തെ ബാധിച്ച ഏറ്റവും വലിയ ശാപം എന്ന് ആ സുഹൃത്ത് ഒരു കുറിപ്പ് സമൂഹമാധ്യമത്തിൽ എഴുതിയതാണ്. ഇതിൻ്റെ വാർത്തയും വിശദാംശങ്ങളുമൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ അത്ര കാര്യമായി കൊടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും V-Guard പോലുള്ള സ്ഥാപനങ്ങൾ രാജ്യത്തിന് നൽകുന്ന, സംസ്ഥാനത്തിന് നൽകുന്ന നികുതിയും അതുപോലുള്ള നൽകുന്ന മറ്റ് വരുമാനങ്ങളും ഒക്കെ തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അതുപോലെ ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ജീവിതങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. ഇതൊന്നും കണക്കാക്കാതെ ഒരു സ്ഥാപനം എങ്ങനെ അടച്ചുപൂട്ടിക്കാം എന്ന ഗവേഷണത്തിലാണ് എളമരം കരീമും CITUവും CPMും ഒക്കെ ഇപ്പോഴും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നത്.